to Dikran. Today is Sunday, holiday. അപ്പോൾ ഇതാ ഇവരിവിടെ ഭയങ്കര കളിയിലാണ്. ഇവരുടെ ടോയ്സ് റൂമിൽ ഭയങ്കര കളിയിലാണ്. ഇതൊക്കെ എന്താ ബേബി? അപ്പോൾ നല്ല മഴയായത് കാരണം നമ്മൾ പുറത്ത് ഒന്നും ചെയ്യാറില്ല. കുറേ നമ്മളെന്താ പറയുക, ഗ്രോ ബാഗിൽ കുറേ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മഴയായത് കാരണം കുറേയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ വന്നിട്ട് നമ്മുടെ ഒരെണ്ണം കാണിച്ചു തരാൻ വിചാരിച്ചു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എന്താ പറയുക, തൊഴിലുറപ്പേരുണ്ടല്ലോ, അവർ ഇവിടെ വന്നിട്ട് കുറേ നന്നാക്കിയിട്ടുണ്ട്. അവരുടെ പണി നല്ല ഉഷാറാണ് ഗൈസ്. അവർ എന്താ പറയുക, നമ്മൾ കുറേ പേര് അവർ കുറ്റം പറയാറൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇവിടെ അവർ വന്ന് ചെയ്ത ആ ഒരു വർക്ക് എന്ന് പറയണത് സൂപ്പറായിട്ടുണ്ട്. നല്ലൊരു എന്താ പറയുക, സൂപ്പറാക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറേ എന്താ പറയുക, ഒരു വഴിയൊക്കെ നല്ല ശരിയാക്കിയിട്ടുണ്ട്. ഫുള്ളായിട്ടൊന്നും കാണിച്ചു തരാൻ പറ്റില്ലെങ്കിലും ഞാൻ കുറച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. തെങ്ങിനിങ്ങനെ കെട്ടിയിട്ടുണ്ട് ചുറ്റിലിങ്ങനെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നല്ല ഭംഗി കണ്ടപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഇത് മൾബറി കൊടുന്ന് വെച്ചു. പിന്നെ ഇവിടെ ഇതറിയാലോ, ഇതിവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണം ഓൾറെഡി ഉള്ളതാണ്. പിന്നെ ഇവിടെ ഇഞ്ചിയും കുഴിച്ചിട്ടിട്ടുണ്ട്. കണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ കെട്ടി നല്ല ഉഷാറാക്കിയിട്ടുണ്ട് ഇവർ. ഇവിടെ കണ്ടോ, ഇങ്ങനെ കുന്നുപോലെ വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അവിടുത്തെ വഴിയൊക്കെ കാണാൻ നല്ല ഉഷാറാക്കിയിട്ടുണ്ട്. കണ്ടോ, ഫുള്ളായിട്ടൊന്നും കാണിച്ചു തരാൻ മഴയാണ്. ഒന്നാമത്തെ മഴയാണ്. രണ്ടാമത്തെ കാര്യം കുറച്ച് റിസ്ക്കാണ്. കണ്ട അത് ശരിയാക്കി ഇനി വെയിലും മഴയൊക്കെ കൊണ്ടുകൊണ്ടൊന്ന് ഉഷാറാവണം. ഞാൻ താന്നു പോവും. അപ്പോൾ കണ്ടല്ലോ, നല്ല ഉഷാറായിട്ടുണ്ട് എന്തായാലും ചെയ്തത്. അപ്പോൾ ഇത്രയും മതി കേട്ടോ കണ്ടത്. എന്തായാലും നല്ല സൂപ്പറാക്കിയിട്ടുണ്ട്. നമ്മുടെ വായ കൊലച്ചിട്ടുണ്ട്, കാണുന്നുണ്ടോ? നമ്മുടെ ഈ പപ്പായ മരം എഗെയിൻ പൊട്ടിച്ചാടിയിട്ടുണ്ട് കേട്ടോ. ഇനി വേറെ ഉണ്ടായി വരുന്നുണ്ട്, ഉഷാറാവെന്ന് വിചാരിക്കണം. പിന്നെ വേറെ ഇവിടെ ഒരെണ്ണം നിപ്പുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അവർ നന്നായിട്ട് ഉഷാറാക്കിയിട്ടുണ്ട്. എന്തായാലും ഫുള്ളായിട്ട് കാണിച്ചിരുന്നില്ല, മഴയാണ് പുറത്തിന്. നമ്മൾ ആ ഒരു പണി കഴിഞ്ഞതല്ലേ, അപ്പോൾ ഒന്ന് ഇനി വെയിലും മഴയൊക്കെ കൊണ്ടൊന്ന് സെറ്റാവണം, അല്ലെങ്കിൽ കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ സമയം ഇപ്പോൾ വന്നിട്ട് 8 മണിയായി. അപ്പോൾ നമ്മളെന്താണ് 8 മണിയായി. അപ്പോൾ ഇനി കറി ഉണ്ടാക്കണം, ചിക്കൻ ഉണ്ട്. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കണം. കുട്ടികളിവിടെ പഠിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റഡി ടൈമാണ്. അപ്പോൾ ഇവരിവിടെ പഠിക്കുക, ഞാൻ കിച്ചണിൽ പരിപാടി. അപ്പോൾ നമ്മൾ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അവരവിടെ പഠിക്കട്ടെ, നമുക്ക് കറി ഉണ്ടാക്കാം. ഇതൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ഇവർക്ക് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോൾ വാശി പിടിച്ചപ്പം കേക്ക് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ജസ്റ്റ് എന്താ പറയുക, മുട്ട കൊണ്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ അത് ഞാൻ 2 ദിവസം മുമ്പ് മുട്ട കൊണ്ട് കേക്ക് ഉണ്ടാക്കിയിരുന്നു. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ മുട്ട കഴിഞ്ഞു. അപ്പോൾ ഇനി എന്ത് ചെയ്യും, അപ്പോൾ മുട്ട ഇല്ലാതെ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കേക്ക് ഉണ്ടാക്കിട്ടോ. സംഭവം സൂപ്പറാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളൊരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ വീണ്ടും ഉണ്ടാക്കി. പക്ഷേ അത് എന്താ പറയുക, ഫസ്റ്റിലുണ്ടാക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ കുറേ ഓവറായിട്ട് കഴിച്ചാൽ നമുക്ക് എന്തായാലും ഒരു മടുപ്പ് വരുമല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് മടുത്തു. പക്ഷേ നമുക്ക് എന്തായാലും കേക്ക് മുട്ട മിക്സ് ചെയ്തിട്ട്, മുട്ട ഇല്ലാതെയും കേക്ക് നന്നായിട്ട് ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാം എന്ന് മനസ്സിലായി. അപ്പോൾ പറഞ്ഞപ്പോൾ തപ്പാൻ പോയിക്കാണ്, എവിടെ കേക്ക് ഇനി ഉണ്ടോയെന്ന് വെച്ചിട്ട്. കേക്ക് ഫിനിഷ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു. ഓക്കെ ബൈ, സീ യു.